വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കോൺഗ്രസ് പിരിച്ച ഫണ്ട് യൂത്ത് കോൺഗ്രസ് വെച്ചു നൽകാമെന്നേറ്റ വീടുകൾ, ആ വീടുകൾ എവിടെ, ആ ഫണ്ട് എവിടെ എന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചാൽ അവർക്കിപ്പോൾ ഉത്തരമില്ല. അപ്പോൾ ആ റിപ്പോർട്ട് കാണാം വയനാട്ടിൽ നിന്നും. 100 വീടുകൾ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് കോൺഗ്രസ് സൗജന്യമായി പണിതു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ വക 30 വീടുകൾ. വയനാട് ദുരിതബാധിതർക്കായി വീട് വെച്ച് നൽകുമെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ കൊടുക്കും. വീട് ഒന്നിന് 8 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കി 30 വീട് പണിയാൻ 2,40,00,000 രൂപ പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. ലക്ഷ്യമിട്ട തുക ലഭിച്ചില്ലെന്നും ഏകദേശം 1,10,00,000 രൂപ പിരിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചതായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി അടുത്തിടെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് പണിയാമെന്നേറ്റ വീട് എവിടെയെന്ന ചോദ്യത്തിന് 20 കോടി രൂപ പിരിച്ചു നൽകിയ ഡിവൈഎഫ്ഐയെ പഴിക്കുകയാണ് ഇപ്പോൾ അബിൻ വർക്കി. വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും. എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടിന്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വയനാട്ടിലെ വോട്ടർമാർ. യൂത്ത് കോൺഗ്രസ് 30 വീടുകളാണ് അന്ന് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി വലിയ തോതിൽ പണം പിരിച്ചു എന്ന് ആകെ തന്നെ പാട്ടായതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റികളിൽ തന്നെ വലിയ ചർച്ചയാവുകയും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങൾ ആ വാഗ്ദാനം നടപ്പിലാക്കും എന്നൊക്കെ വലിയ ഗീർവാണം മുഴക്കിയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ വേണ്ടി പിരിച്ചിട്ടുള്ള തുക എവിടെയാണെന്ന് പോലും ഒരു കണക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കാത്ത തരത്തിലാണ് ഇന്ന് അവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ആകെ ഇളിഭ്യരായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടിനെക്കുറിച്ചുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അവർ പ്രഖ്യാപനങ്ങൾ പലതും നടത്തുക അല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും ഇന്നേ വരെ ഇവിടെ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ദുരിതബാധിതർക്ക് വീട് വാഗ്ദാനം ചെയ്തത്. ദുരന്തം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.